പക്ഷെ ജലീലിനൊക്കെ മറന്നുപോയി. ജലീലിനിപ്പോ ലില്ലീസ് ഗഫൂറിനെ അറിയില്ല. ജലീലിനിപ്പോ ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങളെ ഓർമ്മയില്ല. ജലീലിനിപ്പോ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരങ്ങളുടെ മക്കളെ ഓർമ്മയില്ല. ജലീലിന് പഴയ കാലമാണ് ഓർമ്മയുള്ളത്. ഏത് കാലം? ബാലരമ വായിച്ച കാലം. ജലീലിനിപ്പോ മായാവിയെ ഓർമ്മയുണ്ട്, ജലീലിനിപ്പോ ഡാഗിനിയെ ഓർമ്മയുണ്ട്, ജലീലിനിപ്പോ കുട്ടൂസനെ ഓർമ്മയുണ്ട്. ജലീലിന് ലില്ലീസിനെ ഓർമ്മയില്ലെങ്കിൽ, ജലീലിന് ഈ പറയുന്ന ലില്ലീസിന്റെ സഹോദരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ, ജലീലിന് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളെ ഓർമ്മയില്ലെങ്കിൽ, ഈ ഓർമ്മശക്തി ഒരു 6 മാസം കൂടി കഴിഞ്ഞാൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലിനെ ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിട്ട് ഈ കാട്ടുകൊള്ളയില്ലേ, ഈ 17,65,00,000 രൂപയില്ലേ, ഈ പണം എവിടെയാണ് ചെലവഴിച്ചത് എന്ന് നമുക്കറിയാം. ജലീൽ എന്താ പറഞ്ഞത്? ജലീൽ പറഞ്ഞത് സ്വന്തം മോളെ കല്യാണം ആർഭാടരഹിതമായി, മഹർ പോലും ഖുർആനാണ് കൊടുത്തത്, ഒരു തരി സ്വർണവുമില്ല. കഴിഞ്ഞ ദിവസം ജലീൽ പറയാണ് എന്റെ മോളെ കല്യാണത്തിന് 11 ലക്ഷം രൂപ ചെലവായി, അത് തന്നെ ഞാൻ എന്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് കടം വാങ്ങിയാണ്. എന്നിട്ട് ഭാര്യക്ക് മാസാമാസം ഞാൻ തിരിച്ചടക്കുകയാണ്. സ്വന്തം ഭാര്യക്ക് പോലും ഈ മനുഷ്യന് വിശ്വാസമല്ല, അതുകൊണ്ടാണല്ലോ മാസാമാസം തിരിച്ചടവ് വാങ്ങുന്നത്. എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ലളിതമായ വിവാഹം, മഹർ ഖുർആൻ, ഒരു തരി സ്വർണ്ണമില്ല, എന്നാൽ കല്യാണത്തിന് ചെലവ് 11 ലക്ഷം. അതെന്നെ ഭാര്യന്റെ അടുത്ത് നിന്ന് കടം വാങ്ങാം. എന്നാൽ മാമാങ്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കെ ടി ജലീൽ. ആ മാമാങ്കം നടത്താനുള്ള പണം ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ല, അത് ഈ ലില്ലീസ് ഗഫൂറിന്റെയും അവരുടെ സഹോദരന്മാരുടെയും മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്മാരുടെ മക്കളുടെ കയ്യിൽ നിന്ന് ഒറ്റത്തവണയായിട്ട് വാങ്ങിയതാണ്. ആ ഒറ്റത്തവണ വാങ്ങിയതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. ഇപ്പൊ ചോദിക്കുന്നത് എന്താ നിയമസഭയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയാത്തത്? എന്താ സ്ഥലം MLA നിയമസഭയിൽ പറയാത്തത്? നിയമസഭയിൽ അടിയന്തര പ്രമേയമായി നേരത്തെ ലീഗ് ഈ വിഷയം അവതരിപ്പിച്ചപ്പോ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചിട്ട് കണ്ടം വഴി ഓടിയ ആളാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീൽ. ഇപ്പൊ പറയാണ് സഭയെ പറയട്ടെ. ആദ്യം നിങ്ങൾ സഭയെ പറഞ്ഞൊന്ന് പാലിക്കും. എന്താ നിങ്ങൾ സഭയെ പറഞ്ഞത്? ബന്ധു നിയമനം കൈയോടെ തെളിയിച്ചാൽ, ബന്ധു നിയമനത്തിൽ ഞാൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ വീരവാദം മുടക്കിയ കെ ടി ജലീലിന് ആ വാദം ഇന്ന് വരെ ഒന്ന് സമ്മതിച്ചു തരാൻ, ഇന്ന് വരെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ, ഈ പൊതുപ്രവർത്തനമായി തെരുവിലൂടെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നത് ഈ മലയാളിയിലെ, ഈ മലയാളിയുടെ ഔദാര്യമാണെന്ന് കെ ടി ജലീലെ നീ മറന്നു പോകണ്ട. എന്നിട്ട് പറയാണ് ജലീല് എന്താ പറയുന്നത്? ഫിറോസ് ലീഗിൽ ഒറ്റപ്പെടുന്നു, ലീഗിനെതിരെ പടയൊരുക്കം, ഒരു ചാനലിലെ കൂട്ടുപിടിച്ചിട്ട്. ഞാൻ പറയട്ടെ, ഈ പ്രവർത്തകരിൽ എന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ഈ പാർട്ടിയുടെ പ്രവർത്തകർ, ആ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തകന്റെയും കരുത്ത്. പാർട്ടിയുടെ ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ഓരോരുത്തരുടെയും കരുത്ത്, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ, പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ, ആ നേതാക്കന്മാരാണ് മുസ്ലിം ലീഗിന്റെ ബലം എന്ന് പറയുന്നത്. ആ ബലത്തിൽ, ഈ പാർട്ടി പ്രവർത്തകന്മാരുടെ കരുത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനലിനെ കൂട്ടുപിടിച്ച് 4 വാർത്ത കൊടുക്കുമ്പോഴേക്ക് ഞങ്ങളൊക്കെ പേടിച്ചങ്ങ് പിന്മാറിപ്പോകുമെന്നാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് എന്ന് അത്തരം ആളുകളോട് വളരെ മാന്യമായി ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല.